ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 മാത്സ് ആണ്. നാളെ എന്താണ്ടാ ഓണം എക്സാം ആണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം 2025 ചോദിച്ച എന്താണ് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എ ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി ഡാഷ് ഇഫ് ഇറ്റ് ഈസ് ബോത്ത് 1 1 ആൻഡ് ഓൺ ടു. എടാ, ഒരു ഫംഗ്ഷൻ 1 1 ഓൺ ടു ആണെങ്കിൽ, ഒരു ഫംഗ്ഷൻ 1 1 ആൻഡ് ഓൺ ടു ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് എന്ത്? ബൈജക്റ്റീവ്. ഏതാണ്ട് എന്ത് ഫംഗ്ഷനാണ്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ. എന്ത് ഫംഗ്ഷൻ നമ്മൾ പറയും? ബൈജക്റ്റീവ് ഫംഗ്ഷൻ. എന്താണ്ട് ഒരു ഫംഗ്ഷൻ 1 1 ഓൺ ടു ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് എന്ത്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ. എടാ, 1 1 മറ്റൊരു പേരെന്താണ്? 1 1 മറ്റൊരു പേരാണ് ഇൻജക്റ്റീവ്. ഏതാണ് ഇൻജക്റ്റീവ്. ഇൻജക്റ്റീവ്. ആൻഡ് ഓൺ ടുവിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? സർജക്റ്റീവ്. ഇപ്പോഴും ഓർമ്മ വേണേ. അപ്പോൾ 1 1 ഓൺ ടു ആയാൽ ആ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ. എന്ത് പറയുക മക്കളെ? ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അതിൽ അടുത്തൊരു പാർട്ട് നോക്കിക്കേ. പ്രൂവ് ദാറ്റ് ദി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു. എന്താണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു? എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് ഈസ് നെയ്തർ 1 1 നോർ ഓൺ ടു എന്ന്. അതിന്റെ മീനിങ് എന്താണ്? 1 1 അല്ല, ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കണം എന്താണ് ഈ പറയുന്ന ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. ഇത്രയേ ഉള്ളൂ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്പർ ലൈൻ ഉണ്ടെന്ന് വിചാരിച്ചോ. മിഡിൽ 1 0, റൈറ്റിലേക്ക് പോകുന്നതോറും 1 2 3, ലെഫ്റ്റിലേക്ക് വരുന്നതോറും -1 -2 -3. ഇതിൽ എന്താണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 1.5 ചോദിക്കണം. എത്രയാണ്ടാ മക്കളെ? 1.5 ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1.5 എന്ന് പറഞ്ഞാൽ ആർക്കും ഇടയിലാണ്ട 1നും 2നും ഇടയിലാണല്ലേ 1.5. ഒരു കുട്ടി ഇവിടെ നിന്ന് ഓടിക്കൊണ്ടുവന്നതാണ്, ഇതിൽ ഇടിച്ച് എവിടെ വന്ന് വീഴും? നേരെ എവിടെയാണ് ഉണ്ടാവുന്ന വീണ? 1ലേക്ക് വന്ന് വീഴും. സോ അതിൻ്റെ ആൻസർ എന്താണ്ടാ? 1 ആണ്. എന്നാൽ അതേ സമയം -1.5 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ -1.5 ആർക്കും ഇടയിലാണ്ടാ? -1നും -2നും ഇടയിലാണല്ലേ. കുട്ടി എവിടെ നിന്ന് തന്നെ ഓടും? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഓടി വന്ന് എവിടെ ഒന്ന് ഇടിച്ച് വീഴുവാടാ? വീഴുന്നത് എവിടെയാണ്? -2ലേക്കാണ്. സോ അതിൻ്റെ ആൻസർ എന്താണ്? -2 ആണ്. സോ ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്ത് വാല്യൂസ് വേണമെങ്കിലും നമുക്ക് എന്താണ് ഡൊമൈനിൽ കൊടുക്കാം. പക്ഷേ നമുക്ക് എന്താണ് കിട്ടുന്ന റേഞ്ച് എപ്പോഴും എന്തായിരിക്കും? ഇവിടെ റേഞ്ച് എപ്പോഴും എന്ത് നമ്പർ ആയിരിക്കും? നമ്മുടെ ഇൻറ്റിജർ നമ്പർ ആയിരിക്കും. എന്ത് നമ്പർ ആയിരിക്കും? ഇൻറ്റിജർ നമ്പർ. ഇതിനെ നമ്മൾ എന്ത് പറയുക? നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറയുക. നമുക്ക് എന്താണ് സപ്പോസ് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ. 1.2 എടുത്താലും എന്താണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഓഫ് 1.2 എടുത്താൽ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും ആൻസർ അല്ലേ. 1.2 എന്ന് പറയുമ്പോൾ എന്താണ് ആർക്കും ഇടയിലാണ്ട? 1നും 2നും ഇടയിൽ തന്നെയാണ്. കുട്ടി ഓടിക്കൊണ്ടുവന്ന് എവിടെ തന്നെ ഇടിച്ച് വീഴും? നമ്മൾ ആൻസറിൽ 1ൽ തന്നെ വന്ന് വീഴും അല്ലേ. സോ ആൻസർ എന്താണ്? 1 ആണ്. അതുപോലെ തന്നെയാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഓഫ് 1.5 ആണെങ്കിൽ ആൻസർ എത്ര തന്നെയാണ്? 1 തന്നെയാണ്. പറയൂ, ഇത് 1 1 ആവുമോ? ഇല്ല. കാരണം 1.2 കൊടുക്കുന്ന സമയത്തും 1.5 കൊടുക്കുന്ന സമയത്തും ഇവർ ആരിലേക്കാണ് മാപ്പ് ചെയ്യുക? 1ലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത് അല്ലേ. അത് കാരണം ഇതെന്തല്ല? 1 1 അല്ല. 1 1 എന്താണ്ട? ഒരിക്കലും ആവൂല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എഫ് ഈസ് എന്താണ്? നോട്ട് 1 1. നമ്മൾ എങ്ങനെ എഴുതും? നിങ്ങൾ എഴുതി കാണിച്ചു കൊടുത്താൽ മതി. എഫ് ഓഫ് 1.2 ഈക്വൽ ടു എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഓഫ് 1.2 ഈക്വൽ ടു 1. അതുപോലെ എഫ് ഓഫ് 1.5 ആണെങ്കിൽ എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഓഫ് 1.5 ഈക്വൽ ടു 1. അതിൻ്റെ താഴെ എഴുതുക x1 നോട്ട് ഈക്വൽ ടു s2 എന്നോ. ഇനി ഇത് എഴുതാൻ അറിഞ്ഞുകൂടാത്തവർക്ക് ഇങ്ങനെ എഴുതുക 1.2 നോട്ട് ഈക്വൽ ടു 1.5 എന്ന് എഴുതി കൺക്ലൂഡ് ചെയ്യുക. എന്നിട്ട് എഴുതുക എന്താണ്? എഫ് ഇസ് നോട്ട് 1 1 എന്നങ്ങ് എഴുതി വെച്ചാൽ മതി. ഇനി നിങ്ങൾ എന്നെ നോക്കിയത് ഓൺ ടു ആവുമോ? ഒരിക്കലും ഇത് ഓൺ ടു ആവില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇതിൻ്റെ ആൻസർ എല്ലാം കിട്ടുന്നത് എന്തായിരിക്കും? ഈ പറയുന്ന എന്ത് നമ്പർ ആയിരിക്കും? ഇൻറ്റിജർ നമ്പർ ആയിരിക്കും. ഇതിനിടയിൽ വരുന്ന 0.5 അല്ലെങ്കിൽ എന്താണ് വേറെ ഏതെങ്കിലും വാല്യൂസോ അല്ലെങ്കിൽ പോയിന്റ് നമ്പേഴ്സ് വല്ലതും എന്താണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടുമോ? ഇല്ല. അപ്പം അങ്ങനെ കിട്ടാത്ത സാഹചര്യത്തിൽ ഇതിനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്? ഓൺ ടു. ഏതാണ് ഓൺ ടു. നമ്മുടെ ഓൺ ടുവിൻ്റെ കണ്ടീഷൻ എന്താണ്? സെറ്റ് ബിയിലുള്ള എന്താണ്? സെറ്റ് എയും സെറ്റ് ബിയും ആണ് വിചാരിച്ചു. സെറ്റ് ബിയിലുള്ള എല്ലാ എലമെന്റും എന്ത് തന്നെ ആയിരിക്കണം? ഇമേജ് ആയിരിക്കണം. ആരുടെയൊക്കെ ഇമേജ്? ആരുടെയെങ്കിലുമൊക്കെ ഇമേജ് ആയിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഇമേജ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യില്ല? ഓൺ ടു ആയിട്ട് കൺസിഡർ ചെയ്യില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? എന്താണ്? കൺസിഡർ ദി റിയൽ നമ്പർ 0.5 ഈസ് എലമെന്റ് ഓഫ് ആർ. ഇനി എവിടെ ഉണ്ടാ? കോഡൊമൈൻ. അതായത് സെറ്റ് ബിയിലുള്ള ഒരു എലമെന്റ് ആണ് ആര്? 0.5 അല്ലേ.
പക്ഷെ ഒരിക്കലും എന്താണ് ഈ പറയുന്ന ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജറിന്റെ വാല്യൂ ഒരിക്കലും ആരിലേക്ക് മാപ്പ് ചെയ്യില്ല, 0.5ലേക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് മാപ്പ് ചെയ്യില്ല. സോ അത് കാരണം നമുക്ക് എന്ത് എഴുതാം, ദി റേഞ്ച് ഓഫ് എഫ് ഈസ് ദി സെറ്റ് ഓഫ് ഇൻറ്റിജർ ഇസഡ് അല്ലെ. റേഞ്ച് എപ്പോഴും എന്താണ്ടാ, സെറ്റ് ഓഫ് എന്താണ് ഇസഡേ വരുള്ളൂ. സോ എന്താണ് എഫ് ഈസ് നോട്ട് ഓൺ ടു, അതുകൊണ്ട് തന്നെ ഇത് എന്താവില്ല, ഒരിക്കലും ഓൺ ടു ആകില്ല. അടുത്ത ദിവസം നോക്കി എസ് പ്ലസ് വൈ എത്രയുണ്ട് അവിടെ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5209. അതുപോലെ തന്നെയാണ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞതാണ് ഏതാണ് 360 - 1. നമുക്ക് രണ്ട് ഇക്വേഷൻ കൂടെ അങ്ങ് എന്ത് ചെയ്യാം, ആഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് എക്സ് എത്രയുണ്ട് മക്കളെ 2x ആണ്. വൈയും മൈനസ് വൈയും കൂടെ എന്തായി പോവും, കട്ടായി പോവും. ബാക്കി ഈ രണ്ട് മെട്രിക്സ് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് 5 + 3 എത്രയുണ്ട് മക്കളെ 8. നെക്സ്റ്റ് 1 2 + 6 എത്രയാണ് ആൻസർ 8. നെക്സ്റ്റ് 1 0 + 0 എന്താണ് ആൻസർ 0. നെക്സ്റ്റ് 1 9 + -1 ആൻസർ എന്താണ്, അതും 8 ആണ്. സോ നമുക്കിവിടെ എക്സ് അല്ലേ വേണ്ടത്. സോ ഇൻറ്റു ദ 2 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, ഡിവൈഡ് ആവും. ഡിവൈഡ് എന്നൊരു ഓപ്ഷൻ ഇല്ല, കാരണം നമ്മൾ അങ്ങനെ എഴുതും 1/2 × 8 808. സോ നെക്സ്റ്റ് നമ്മൾ എന്താണ് ഈ പറയുന്ന 1/2 കൊണ്ട് എന്താണ് അതിനകത്തുള്ള ഓരോ ടൈമിനെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങ് ഇൻറ്റു ചെയ്യാം അല്ലേ. സോ ഇൻറ്റു എന്ത് കിട്ടും, എക്സ് ഈക്വൽ ടു 8/2 എത്രയുണ്ട് മക്കളെ 4. വീണ്ടും 8/2 എന്താണ് 4. 0/2 0 ആണ്. 8/2 എന്താണ് 4 ആണ്. അപ്പോൾ നമുക്ക് എക്സ് കിട്ടി. ആരെ കിട്ടി, എക്സ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ആരാണ്ട, വൈ ആണല്ലേ. നമുക്ക് ഈ ഒരു ഇക്വേഷൻ എടുക്കാം. ഈ ആ ഒരു ഇക്വേഷൻ എടുക്കാൻ എന്താണ് എസ് പ്ലസ് വൈ ഈക്വൽ ടു, ഇക്വേഷൻ എന്താണ് എസ് പ്ലസ് വൈ ഈക്വൽ ടു 5209. സോ അതിൽ എക്സ് നമുക്കെന്ന് അറിയാം, എക്സിൻ്റെ വാല്യൂ ഇപ്പം നമുക്ക് അറിയാം. എന്താണ് എക്സ് എന്ന് പറഞ്ഞാൽ 4404 പ്ലസ് വൈ ഈക്വൽ ടു എന്താണ് 5209. നമുക്ക് വൈ അല്ലേ വേണ്ടത്, അപ്പോൾ പ്ലസ് സാധനമായിട്ടുള്ള അല്ലേ, അല്ലെങ്കിൽ പ്ലസ് ആയിട്ടുള്ള ഈ ഒരു മെട്രിക്സ് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, മൈനസ് ആവും അല്ലേ. സോ അപ്പുറത്ത് റൈറ്റ് സൈഡിൽ ആരുണ്ട് 5209 മൈനസ് 4404 ഇത്രയേ ഉള്ളൂ. സോ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൈനസ് ചെയ്യുമ്പോൾ 5 - 4 അല്ലേ. ആദ്യം ഇതും കൂടെ മൈനസ് ചെയ്യാം. 5 - 4 എത്ര കിട്ടും 1. അടുത്തത് 2 - 4 2 - 4 എത്രയുണ്ട് മക്കളെ -2. ഏതാണ് -2. അടുത്തത് നെക്സ്റ്റ് 1 0 - 0 0 - 0 എത്രയാണ് 0 തന്നെയാണ് അല്ലേ. നെക്സ്റ്റ് 1 9 - 4 9 - 4 എത്രയാണ് 5. സോ ആൻസർ എന്താണ് 1 - 2 0 5 ഇത്രയേ ഉള്ളൂ. അവിടെ അടുത്ത ദിവസം നോക്കിയേ, ഡിറ്റർമിനൻറ്റ് എക്സ് സൈൻ തീറ്റ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ മൈനസ് എക്സ് 1 കോസ് തീറ്റ 1 എക്സ് അല്ലേ. ഇതിന് എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം. പക്ഷേ ഇതിൻ്റെ ആൻസർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ആൻസറിൽ തീറ്റ വരാത്ത ആൻസറാണ് കിട്ടുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. നമുക്ക് ആദ്യം ചെയ്തു നോക്കാം. ഇതിന് ഡിറ്റർമിനൻറ്റ് നമ്മൾ എങ്ങനെ ചെയ്യും, ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് റോ അല്ലെങ്കിൽ കോളം സെലക്ട്. നമുക്ക് ആരെ സെലക്ട് ചെയ്യാം, ഫസ്റ്റ് റോ സെലക്ട് ചെയ്യണേ. ഫസ്റ്റ് റോ സെലക്ട് ചെയ്യണേ. സോ ഫസ്റ്റ് റോ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സിമ്പിൾ ഇവിടെ ഒന്ന് നോക്കാം. എന്താണ് അതിൻ്റെ സിമ്പിൾ, ഇതുകൊണ്ട് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ച് ചെയ്യുക. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്, ഇതാണ് അതിൻ്റെ സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഇതുകൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. നമ്മൾ എടുക്കാൻ പോകുന്നത് ഇവിടെയും ഫസ്റ്റ് റോ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലേ, ഫസ്റ്റ് റോ. ഓക്കെ, ഫസ്റ്റ് റോ സെലക്ട് ചെയ്തു. അതിലെ ഫസ്റ്റ് ടൈം ആരാണ്ടാ മക്കളെ ഇവിടെ എക്സ് ആണല്ലേ, എക്സ് എടുത്തു. എക്സിൻ്റെ അവിടെ സിമ്പിൾ ഏതാണ്, പ്ലസ് അല്ലേ. അപ്പോൾ പ്ലസ് എക്സ് ഇൻറ്റു, ഇനി നമ്മൾ എന്താണ് എക്സ് വരുന്ന റോയും കളയും കോളവും കളയും. എന്താണ് എക്സ് വരുന്ന റോയും പോയി കോളവും പോയി. ഇനി ഇവിടെ ആരേ ഉള്ളൂ, ഇത്രയും സാധനങ്ങളല്ലേ ഉള്ളൂ. -x 1 x. ഇത് നമ്മൾ ക്രോസ് ആയിട്ട് ഇൻറ്റു ചെയ്യണം. ഫസ്റ്റ് -x × x -x × x എന്താണ്ട മക്കളെ -s². അടുത്തത് 1 × 1 എത്രയാണ് ആൻസർ 1. സോ -1. നെക്സ്റ്റ് അടുത്ത് നമ്മൾ എടുക്കുന്നത് എന്താണ്, രണ്ടാമത്തെ ടൈം അവിടെ ആരാണ്, സൈൻ തീറ്റയാണ്. അതിൻ്റെ അവിടെ സിമ്പിൾ ഏതാണ്ട മൈനസ് ആണല്ലേ. സോ -sin θ ഇൻറ്റു
തീറ്റ വരുന്ന സൈൻ തീറ്റ വരുന്ന റോയും പോവും കോളവും പോവും, റോയും പോയി കോളവും. ബാക്കി ഞാൻ അവിടെ ആരേ ഉള്ളൂ, മൈനസ് സൈൻ തീറ്റ 1 കോസ് തീറ്റ എക്സ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ക്രോസ് ആയിട്ട് ഇൻറ്റു ചെയ്യും അല്ലേ. അപ്പോൾ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് എക്സ് സൈൻ തീറ്റ, മൈനസ് എക്സ് സൈൻ തീറ്റ മൈനസ് അടുത്തത് കോസ് തീറ്റ ഇൻറ്റു 1. കോസ് തീറ്റ ഇൻറ്റു 1 എത്രയാണ്, കോസ് തീറ്റ ഇൻറ്റു 1 കോസ് തീറ്റ. അതും കഴിഞ്ഞു. ഇനി അടുത്തത് മൂന്നാമത്തെ ആരാണ് ഇവിടെ, കോസ് തീറ്റയാണ്. അവിടെ സിമ്പിൾ ഏതാണ്ട് പ്ലസ് ആണ്. അപ്പോൾ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ വരുന്ന എന്ത് കളയും, കോസ് തീറ്റ വരുന്ന റോയും പോവും കോളവും പോവും, കോസ് തീറ്റ റോയും പോയി കോളവും, ബാക്കി ഇത്രയല്ലേ ഉള്ളൂ. സോ ഇൻറ്റു നോക്കും, മൈനസ് സൈൻ തീറ്റ ഇൻറ്റു 1 എത്രയാണ്, മൈനസ് സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ, മൈനസ് സൈൻ തീറ്റ മൈനസ് അടുത്ത കോസ് തീറ്റ ഇൻറ്റു മൈനസ് എക്സ്. എന്തായിരിക്കും ആൻസർ, മൈനസ് എക്സ് കോസ് തീറ്റ. അപ്പം ആ മൈനസ് ഈ മൈനസ് വരുമ്പോൾ അവിടെ എന്താവും, പ്ലസ് എക്സ് കോസ് തീറ്റ എന്നാവും. സോ എക്സ് ഇൻറ്റു മൈനസ് എസ് സ്ക്വയർ എന്ത് കിട്ടും നമുക്ക് ആൻസർ, മൈനസ് എസ് ക്യൂബ്. എക്സ് ഇൻറ്റു മൈനസ് 1 മൈനസ് എക്സ് മൈനസ് സൈൻ തീറ്റ ഇൻറ്റു മൈനസ് എക്സ് സൈൻ തീറ്റ. മൈനസ് ഇൻറ്റു മൈനസ് അവിടെ എന്താ കൂടാ, പ്ലസ് ആവും. എക്സ് അവിടെ തന്നെ എഴുതും. സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്താവും, സൈൻ സ്ക്വയർ തീറ്റ, സൈൻ സ്ക്വയർ തീറ്റ. നെക്സ്റ്റ് 1 അടുത്ത മൈനസ് സൈൻ തീറ്റ ഇൻറ്റു മൈനസ് കോസ് തീറ്റ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും, പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പം അതും കഴിഞ്ഞു. അടുത്തത് കോസ് തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ. ആൻസർ എന്താണ്, മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. അടുത്ത കോസ് തീറ്റ ഇൻറ്റു എക്സ് കോസ് സ്ക്വയർ കോസ് തീറ്റ. ആൻസർ എന്താണ്, പ്ലസ് എക്സ് കോസ് സ്ക്വയർ തീറ്റ. ഇത്രയും സാധനങ്ങൾ കിട്ടി. നമുക്ക് ബാക്കി നോക്കാം. മൈനസ് എസ് ക്യൂബ് മൈനസ് എക്സ്. നോക്കിക്കോട്ടെ, ഇവിടെ നമുക്ക് ഇതിനൊന്നുകൂടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ ഒരേ സാധനവും ഡിഫറൻറ്റ് സിമ്പലും അല്ലേ. സൈൻ തീറ്റ ഇവിടെ ഏതാണ്, ഇവിടെ സൈൻ തീറ്റ കോസ് തീറ്റ, ഇവിടെ ഏതാണ് മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. സോ രണ്ടും കൂടെ എന്തായി പോവും, ക്യാൻസലായി പോവും. ബാക്കിയുള്ള ടേംസ് ആരൊക്കെയാണ്, പ്ലസ് എക്സ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് എന്താണ് എക്സ് കോസ് സ്ക്വയർ തീറ്റ. സോ മൈനസ് എസ് ക്യൂബ് മൈനസ് എക്സ് പ്ലസ് ഈ രണ്ട് ടൈമിൽ നമുക്ക് ആരെ ഔട്ട് ചെയ്യാം, എക്സിന് എന്ത് ചെയ്യാം, ഔട്ട് ചെയ്യാം. എക്സിനെ ഔട്ട് ചെയ്തതിന് ബാക്കി അവിടെ എന്താ, ഒന്നാമത്തെ ടൈമിൽ പിന്നെ ആരാണ്, സൈൻ സ്ക്വയർ തീറ്റയും, രണ്ടാമത്തെ ആരാണ്ടാ ഉള്ളത്, കോസ് സ്ക്വയർ തീറ്റയുമാണ്. ഓക്കെ, എക്സിനെ ഔട്ട് ചെയ്താൽ പിന്നെ ബാക്കി ഇവിടെ ആരാണ്ട, ഇവിടെ ഇനി എക്സ് ഇല്ല, പിന്നെ വേറെ ആരേ ഉള്ളൂ, സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെയും ഇനി എക്സ് ഇല്ല, ആരേ ഉള്ളൂ ഇവിടെ, കോസ് സ്ക്വയർ തീറ്റ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ് മക്കളെ ആൻസർ, 1 ആണ്. സോ നമ്മൾ എന്ത് അടിക്കും ആൻസർ, മൈനസ് എസ് ക്യൂബ് മൈനസ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു എന്താണ്, എക്സ് ഇൻറ്റു 1 ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് എസ് ക്യൂബ് മൈനസ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എത്രയുണ്ടാ മക്കളെ, എക്സ് അല്ലേ. സോ ഈ മൈനസ് എക്സും ഈ പ്ലസ് എക്സും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഫൈനൽ നമുക്ക് എന്ത് കിട്ടും ആൻസർ, മൈനസ് എസ് ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ. ചെക്ക് വെദർ ദി റിലേഷൻ ആർ ഇൻ ആർ ഡിഫൈൻഡ് ആസ് ആർ ഈക്വൽ ടു എന്താണ്ടാ, നമ്മുടെ റിലേഷൻ നമുക്ക് ആദ്യം എഴുതാം. റിലേഷൻ ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്, ബി ക്യൂബ്. ഇത് റിഫ്ലക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പം റിഫ്ലക്സീവ് എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്താണ്ടാ, എ കോമ എ ഫോർ എവരി എ ഇസ് എലമെന്റ് ഓഫ് എന്താണ്, സെറ്റ് എ എന്നാണ്. അതായത് സെറ്റയിലുള്ള എല്ലാ എലമെന്റും എന്ത് ഫോമിൽ വരണം, എ കോമ എ എന്ന് പറയുന്ന ഫോർമാറ്റിൽ വരണം. അപ്പം തൽക്കാലം ഞാൻ എന്താണ് ഒരു ടേം എടുത്തു നോക്കുകയാണ്. റിയൽ നമ്പർ ടു റിയൽ നമ്പർ അല്ലേ നമ്മുടെ എന്താണ് റിലേഷൻ, എവിടെ നിന്ന് എങ്ങോട്ടാണ്, റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ്. ഓക്കെ, ആറിൽ നിന്ന് ആറിലേക്കാണ്. ഓക്കെ, അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാണ്, 1/2 1/2 എന്ന് പറയുന്ന ടേം വരുമോ ഇല്ലയോ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ബാക്കിയുള്ളതൊക്കെ എടുത്താൽ വരും കേട്ടോ. 2 എടുത്താൽ 2 എടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് എന്തായാലും കണ്ടീഷൻ എന്താണ്, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, എ എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ. ഇവിടെ എ 2 ആണ്, ബിയും എന്ത് തന്നെയാണ് 2 തന്നെയാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ന്റെ ക്യൂബ്. അപ്പം 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ന്റെ ക്യൂബ് എത്രയാണ്, 8. കണ്ടീഷൻ ശരിയല്ലേ, ശരിയാണ്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ നമുക്കത് ഈക്വൽ ആണ്, നമ്മൾ അല്ലെങ്കിൽ അത് ശരിയായിട്ട് ട്രൂ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷൻ വരും. അപ്പോൾ അത് ഫാൾസ് ആക്കുന്ന ഒരു കണ്ടീഷൻ കൂടെ ഞാൻ പറഞ്ഞുതരാം. 1/2 1/2 എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു എലമെന്റ് ഞാൻ സെലക്ട് ചെയ്യണം. സോ ഇത് നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണ്, ഇതിനകത്ത് എന്ത് വരണം, ഇതിനകത്ത് വരേണ്ടത് എങ്ങനെയാണ് വരേണ്ടത്,
എ എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബിയും ഇവിടെ താരി തന്നെയാണ് 1/2 തന്നെയാണ്. സോ അതിൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞ് കൊടുക്കുക. സോ 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ ക്യൂബ് നമ്മൾ 1നും കൊടുക്കണം 2വിനും കൊടുക്കണം. സോ 1ൻ്റെ ക്യൂബ് 1 ആണ്, 2വിൻ്റെ ക്യൂബ് എന്താണ്ടാ 8 ആണ്. ഓക്കെ, സോ 1/2 കിട്ടി, 1/8 കിട്ടി. ഇതെന്താണ്? ഇതൊരു ഫാൾസ് ആണ്. ഇതെന്താണ്? ഇതൊരു ട്രൂ അല്ല. ഇതെന്താണ്? ഇതൊരു ഫാൾസ് ആണ്. നിങ്ങൾ നോക്കിയാൽ 1/2 ചെറുതും 1/8 വലുതും ഒന്നാണ്. അത് തെറ്റാണ്. ഇവിടെ വലുതായിട്ടുള്ള ആളാരാണ്? 1/2 ആണ്. സോ ആ കണ്ടീഷൻ തെറ്റിയില്ലേ? സോ ആ തെറ്റിയത് കാരണം നമുക്കിവിടെ എന്തോ എടുക്കാൻ പറ്റില്ല. എ എന്ന് പറയുന്ന എലമെന്റ് എല്ലാ എലമെന്റുകളും എന്ത് ഫോർമാറ്റിൽ വരില്ല? എ എന്ന് പറയുന്ന ഫോർമാറ്റിൽ വരില്ല. അത് കാരണം നമുക്ക് എന്ത് എഴുതാം? ആർ ഇസ് നോട്ട് റിഫ്ലക്സീവ്. ആർ എന്തല്ല? ആറ് റിഫ്ലക്സീവ് അല്ല. ആർ എന്തല്ലടാ? റിഫ്ലക്സീവ് അല്ല. ഇനി എന്താണ് ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്നത്? സിമെട്രിക് ആണ്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമെട്രിക് നമ്മൾ എ ബി എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കുകയാണെങ്കിൽ, നമ്മുടെ റിലേഷനിൽ നിന്ന് എ ബി എന്ന് പറയുന്ന എലമെന്റ് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അതിനകത്ത് ആര് വേണം? ബി എ എന്ന് പറയുന്ന എലമെന്റ് വേണം. അതില്ല എന്നുണ്ടെങ്കിൽ എന്താവില്ല? സിമെട്രിക് ആകില്ല എന്നാണ്. ഞാനൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണ്. ഞാൻ തൽക്കാലം ഒരു എലമെന്റ് സാമ്പിളായിട്ട് എടുത്ത് നോക്കുകയാണ്. 1,2 എടുക്കുകയാണ്. അതെടുക്കേണ്ട 1,2. 1,2 എടുത്തുള്ള കണ്ടീഷൻ എന്താണ്? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ്. ശരിയല്ലേ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ 2ൻ്റെ ക്യൂബ് എത്രയാണ്? 8. കറക്റ്റ് ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. അത് ട്രൂ ആണല്ലേ? സോ നമുക്ക് അങ്ങനെയെങ്കിൽ അടുത്ത് ആരുണ്ടോ ചെക്ക് ചെയ്യണം? ഇംപ്ലൈസ് സെറ്റ് ആരുണ്ടോ ചെക്ക് ചെയ്ത് നോക്കണം? 2,1 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും? നമ്മൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? 1 ക്യൂബ് അല്ലേ? ഇപ്പം 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ൻ്റെ ക്യൂബ് എത്രയാണ്? 1. ഇത് ശരിയാണോ? ഇത് തെറ്റായിപ്പോയി. ഇത് തെറ്റായിപ്പോയി അല്ലേ? 2 ചെറുതും 1 വലുതുമാണ്. ശരിയാവോ? ഇല്ല. ഇത് ട്രൂ ആണ്. പക്ഷെ എന്താണ് 2,1 എന്ന് പറയുന്നത് എന്താണ്? തെറ്റിപ്പോയി. അപ്പോൾ എ ബി എന്ന് പറയുന്ന എലമെന്റ് ഇവിടെ ഉണ്ട്, പക്ഷെ ആരില്ല? എ ബി ഉണ്ട്, പക്ഷെ ആരില്ല? ബി എ എന്ന് പറയുന്ന സാധനം ഈ റിലേഷനകത്ത് ഇല്ല എന്നുള്ളതാണ് സത്യം. അത് കാരണം നമുക്ക് എന്ത് പറയാം? ആർ ഇസ് നോട്ട് സിമെട്രിക്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസിറ്റീവ് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്തു. എന്താണ് ട്രാൻസിറ്റീവ്? എ ബി എന്താണ്? നമ്മുടെ റിലേഷനിലുണ്ട്. അതുപോലെ എന്താണ്? ബി അതുപോലെ തന്നെ എന്താണ്? ബിയിലാണ് ഇത് അവസാനിക്കുന്നത് അല്ലേ? എ ബി. അങ്ങനെയാണെങ്കിൽ ബി തുടങ്ങുന്ന മറ്റൊരു ടേമാണ് ഏത്? ബി സി. ഏതാണ്ടാ? ബി സി. ബി സി എന്ന് പറയുന്ന ഒരു എലമെന്റ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് അതിനകത്ത് ആര് വേണം? എ സി എന്ന് പറയുന്ന മറ്റൊരു എലമെന്റ് ഇതിനകത്ത് എന്താണ്? ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ എന്താവുള്ളൂ? ട്രാൻസിറ്റീവ് ആവുള്ളൂ അല്ലേ? സോ ഞാൻ എന്താണ് ഒരു ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാനായിട്ട് പോകാനായിട്ട് ഞാൻ 3 നമ്പർ എടുക്കുകയാണ്. ഫസ്റ്റ് വൺ ഏതാണ്ടാ? 9ഉം 3ഉം. 9,3 എടുത്തു. അതുപോലെ 3 തവണ 3,2 എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ട് അതിനകത്ത് ആര് വേണം? ഇംപ്ലൈസ് ദാറ്റ് ആര് വേണം? 9,2 വേണം അല്ലേ? ഏത് വേണം? 9,2 വേണം. സോ നമുക്ക് എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. ഓരോ ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം 9,3 ഒരു എലമെന്റ് ആവോ? നമുക്ക് നോക്കാം. എന്താണ് കണ്ടീഷൻ? എന്താണ്? 9,3 എടുത്തു കഴിഞ്ഞുള്ള വിഷയം എന്താണ്? എങ്ങനെയാണ് വരേണ്ടത്? 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3യുടെ ക്യൂബ് അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27. ശരിയല്ലേ? കണ്ടീഷൻ ശരിയാണ്. അതുപോലെ 3,2 ചെക്ക് ചെയ്ത് നോക്കണം. 3,2 ഒരു ഇല്ല നമുക്ക് നോക്കാം. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ്. സോ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ൻ്റെ ക്യൂബ് എത്രയുണ്ട്? 8. ശരിയാണല്ലോ? അതും എന്താണ്? ശരിയാണ്. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ട് അതിനകത്ത് ആര് വരണം? 9,2 വരണം അല്ലേ? നമുക്ക് നോക്കാം. 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ൻ്റെ ക്യൂബ്. സോ എന്താണ്? 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാടായി? 8. കണ്ടീഷൻ എന്തായിപ്പോയി? തെറ്റിപ്പോയി. 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന്, അതായത് 8നേക്കാൾ ചെറുതാണ് ആര്? 9 എന്ന് പറയുന്നത്. ശരിയാവോ? ശരിയാകില്ല. സോ ഇത് കാരണം നമുക്ക് എന്ത് പറയാം? ആർ ഇസ് നോട്ട് ട്രാൻസിറ്റീവ്. എന്താണ്? ആർ എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കടാ. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണേ. സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഈ ചിലർ കണ്ട് ഇതാണ് പേടിച്ചു പോകണം. മോഡ് എക്സ് ലെസ് ദാൻ 1 ഈസ് ഈക്വൽ ടു എന്നൊക്കെ കാണുമ്പോൾ അത് പേടിച്ചു പോകും. അത് വേറെ ഒന്നുമില്ല. അതെന്താണ്? അതിൻ്റെ ഡൊമൈൻ എന്താണെന്ന് കാണിച്ചിരിക്കുന്നതാണ്. നിങ്ങൾ അതിലോട്ട് നിങ്ങൾക്ക് എന്താണ് നോക്കേണ്ട ആവശ്യം ഇല്ല. നമുക്ക് ഇത്രയും ആൾക്കാരെ മതി. സൈൻ ഓഫ് എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. പുട്ട് ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു തീറ്റ. ടാൻ ഇൻവേഴ്സ് എക്സ് നമുക്ക് എന്ത് കൊടുക്കാം?
തീറ്റ എന്ന് കൊടുക്കാം. അങ്ങനെ തീറ്റ ഈക്വൽ ടു എന്തായിരിക്കും, ഈ എന്താണ് ടാൻ അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, എന്താവും, എക്സ് ഈക്വൽ ടു എന്നാവും, ടാൻ തീറ്റ എന്നാവും. എക്സ് ഈക്വൽ ടു എന്നാവും, ടാൻ തീറ്റ എന്ന് പറയുന്ന ഒരു ആൻസറിലോട്ട് എത്തും. നമുക്ക് എന്താണ് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് കിട്ടി. നമുക്ക് എന്താണ് എക്സ് ബൈ 1 എന്ന് കൊടുക്കാം. എന്ത് കൊടുക്കാം, എക്സ് ബൈ 1 എന്ന് കൊടുക്കാം. നിങ്ങൾ റൈറ്റ് ട്രയാങ്കിൾ വരച്ച് ചോദിക്കേ. റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ആംഗിളിന് തീറ്റ എന്ന് കൊടുക്കാം. എന്ത് കൊടുക്കാം, തീറ്റ. ഇവിടെ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഓപ്പോസിറ്റ് ബൈ ഓപ്പോസിറ്റ്. തീറ്റയുടെ ഓപ്പോസിറ്റ് ആരാണ്, എക്സും അഡ്ജസൻ്റ് ആരാണ്, 1 ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, തീറ്റ ഈക്വൽ ടു എന്താണ്, തീറ്റ അല്ലെ, ടാൻ തീറ്റ ഈക്വൽ ടു എക്സ് ബൈ 1 ആണ്. സോ ഇതിന്റെ എന്താണ്, ഇതിന്റെ തീറ്റയുടെ ഓപ്പോസിറ്റ് എന്താണ്, ഇത് എക്സും അഡ്ജസൻ്റ് ഏതാണ്ട 1 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹൈപ്പോണൂസ് എന്തായിരിക്കും മക്കളെ, ഹൈപ്പോണൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടൂഡ് സ്ക്വയർ. ബേസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ, എസ് സ്ക്വയർ എക്സ് സ്ക്വയർ തന്നെയാണ്. അങ്ങനെ ഹൈപ്പോണൂസ് എന്തായിരിക്കും, സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ റൂട്ട് 1 പ്ലസ് എസ് സ്ക്വയർ. എന്താണ് മക്കളെ, റൂട്ട് 1 പ്ലസ് എസ് സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ സൈൻ തീറ്റ എന്തായിരിക്കും മക്കളെ, സൈൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോണൂസ്. ഓപ്പോസിറ്റ് ആരാണ്, എക്സും ഹൈപ്പോണൂസ് ആരാണ്, റൂട്ട് 1 പ്ലസ് എസ് സ്ക്വയറുമാണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ തീറ്റ എന്തായിരിക്കും, സൈൻ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ റൂട്ട് 1 പ്ലസ് എസ് സ്ക്വയർ ആണല്ലോ. അപ്പൊ തീറ്റയ്ക്ക് മറ്റൊരു ആൻസർ കിട്ടിയല്ലേ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നമ്മുടെ ക്വസ്റ്റ്യൻ സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അത് നമ്മൾ ടാൻ ഇൻവേഴ്സ് എക്സ് നമ്മൾ എന്ത് കൊടുത്തു, തീറ്റ എന്ന് പറയുന്ന ഒരു ആൻസർ കൊടുത്തു. സോ അങ്ങനെയാണെങ്കിൽ സൈൻ ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആൻസർ കിട്ടി. എന്താണ് ഇപ്പോൾ കിട്ടിയ ആൻസർ, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ റൂട്ട് 1 പ്ലസ് എസ് സ്ക്വയർ എന്ന് കിട്ടി. സൈൻ ഇൻവേഴ്സ് നമുക്ക് കട്ട് ചെയ്യാം. ബാക്കി നമുക്ക് എന്ത് കിട്ടും, എക്സ് ബൈ റൂട്ട് 1 പ്ലസ് എസ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. നോക്കി, അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ, ഉണ്ട്. ഓപ്ഷൻ ഡി എന്താണ്ട അങ്ങനെ ഒരു ആൻസർ ആണ്, എക്സ് ബൈ റൂട്ട് 1 പ്ലസ് എസ് സ്ക്വയർ ആണ്. ഒരു അല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ. ടാൻ ഇൻവേഴ്സ് 1 ബൈ റൂട്ട് എസ് സ്ക്വയർ മൈനസ് 1ന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, വേണം അല്ലേ. സോ നമുക്ക് കൊടുക്കാം പുട്ട് എക്സ് ഈക്വൽ ടു സീക്ക് തീറ്റ. അങ്ങനെയാണെങ്കിൽ അപ്പം തന്നെ എഴുതിക്കോണം, തീറ്റ ഈക്വൽ ടു എന്താണ്, ഈ സീക്ക് പ്രതലം എന്താ കൂടെ, സീക്ക് ഇൻവേഴ്സ് എക്സ് എന്നാകുമെന്നും കൂടെ നിങ്ങൾ അപ്പോഴേ എന്ത് ചെയ്തോണം, എഴുതിക്കോണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായിരിക്കും ആൻസർ, ടാൻ ഇൻവേഴ്സ് 1 ബൈ റൂട്ട് എക്സിന് പകരം നമ്മൾ കൊടുത്താരാണ്, സീക്കാണ് അല്ലേ. അപ്പോൾ സി സ്ക്വയർ തീറ്റ മൈനസ് 1. നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്താണ് നമുക്ക് ആൻസർ, 1 ആണ്. ഓക്കെ, സോ ഈ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ അപ്പുറത്തും 1 ഇപ്പുറത്തും വന്ന് എന്ത് കിട്ടും ആൻസർ, സി സ്ക്വയർ തീറ്റ മൈനസ് 1 ഈക്വൽ ടു ടാൻ സ്ക്വയർ തീറ്റ. ഇവിടെ ഈ റൂട്ട് അകത്ത് വരുന്ന സി സ്ക്വയർ തീറ്റ മൈനസ് 1 പകരം നമുക്ക് ആരെ കൊടുക്കാടായി, ടാൻ സ്ക്വയർ തീറ്റയെ കൊടുക്കാം. സോ എങ്ങനെ ആൻസർ മാറും, ടാൻ ഇൻവേഴ്സ് 1 ബൈ റൂട്ട് ടാൻ സ്ക്വയർ തീറ്റ. സ്ക്വയർ റൂട്ട് അടുത്ത് വന്നാൽ എന്തായി പോകും, അത് കട്ടായി പോവും. പകരം നമുക്ക് എന്ത് കിട്ടും ആൻസർ, ടാൻ ഇൻവേഴ്സ് 1 ബൈ ടാൻ തീറ്റ. ദാറ്റ്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 ബൈ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്ട, 1 ബൈ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്, അത് കോട്ട് തീറ്റയാണ്. ആരാണ്, കോട്ട് തീറ്റ. ഒരു കാര്യം കൂടെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ടാൻ പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ അതായത് ആരാണത്, കോട്ട് തീറ്റയാണ്. ആരാണത്, കോട്ട് തീറ്റയാണ്. സോ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഈ താകത്തുള്ള കോട്ട് തീറ്റയ്ക്ക് പകരം ആരെ കൊടുക്കാം, ടാൻ പൈ ബൈ 2 മൈനസ് തീറ്റ എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ടാൻ ഇൻവേഴ്സും ടാനൂടെ കട്ടായി പോയിട്ട് ബാക്കി നമുക്ക് എന്ത് വരും, പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് പറയുന്ന ഒരു ഫൈനൽ ആൻസർ കിട്ടും. പക്ഷേ ഇവിടെ നിർത്തിയിട്ട് പോവല്, എന്താണ് നിങ്ങൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാണ്ട്, പൈ ബൈ 2 മൈനസ് തീറ്റയ്ക്ക് എന്താണ് നമ്മൾ വാല്യൂ കൊടുക്കണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ തീറ്റ ഒന്നും ഇല്ല, നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്ത വാല്യൂ ആണ് തീറ്റ. സോ എന്താണ് തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ് തീറ്റ ഈക്വൽ ടു എന്താണ്, സീക്ക് ഇൻവേഴ്സ് എക്സ് നമ്മൾ ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ.
സോ എന്താണ് π/2 മൈനസ് എന്താണ് സീക്ക് ഇൻവേഴ്സ് എക്സ് നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് അങ്ങ് എഴുതി വെച്ചിട്ട് പോവാം. ഓക്കെ, അവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് y ഈക്വൽ ടു 3 ഇൻറ്റു കോസ് ഓഫ് ലോഗ് എക്സ് പ്ലസ് 4 സൈൻ ഓഫ് ലോഗ് എക്സ് ഷോ ദാറ്റ് എക്സ് സ്ക്വയർ ഇൻറ്റു y2 എന്ന് പറഞ്ഞാൽ ഇതാണ് d²y/ds², അതാണ് ആര് y2 പ്ലസ് എക്സ് ഇൻറ്റു y1 എന്ന് പറഞ്ഞാൽ dy/dx പ്ലസ് y ഈക്വൽ ടു 0 ആണ് നമുക്ക് എന്ത് ചെയ്യണം പ്രൂവ് ചെയ്യണം. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. y ഈക്വൽ ടു 3 ഇൻറ്റു കോസ് ഓഫ് ലോഗ് എക്സ് പ്ലസ് 4 ഇൻറ്റു സൈൻ ഓഫ് ലോഗ് എക്സ് അല്ലേ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ചെയ്യാം. നമുക്ക് ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. വൈയുടെ ഡെറിവേറ്റീവ് എന്താണ് dy/dx ആണ്. 3 ഇൻറ്റു കോസിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണല്ലോ, അപ്പം മൈനസ് സൈൻ ഓഫ് എന്താണ്ട ലോഗ് എക്സ്. ഇനി എന്താണ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ്? ആദ്യം നമ്മൾ ഏറ്റവും പുറമേ ഉള്ളത്, ഇവിടെ ഏറ്റവും പുറമേ ഉള്ളതാണ് കോസ് ആണ്. കോസിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഒരു സൈൻ. അപ്പോൾ കോസിൻ്റെ ഡെറിവേറ്റീവ് സൈൻ ആകുമ്പോൾ സൈനിനകത്ത് നമ്മൾ എന്ത് എഴുതും? ഇതിനകത്ത് എന്താണോ സാധനം അത് അതുപോലെ തന്നെ നമ്മൾ എഴുതും. ഓക്കെ, ഇനി നമ്മൾ എന്താണ് അതിനകത്തുള്ള സാധനം ആരാണ്? ലോഗ് എക്സ് ആണ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് മക്കളെ? 1/x പ്ലസ് 4 ഇൻറ്റു ഇവിടെ സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ് മക്കളെ? കോസ് ആണ്. കോസ് ഓഫ് ലോഗ് എക്സ് ഇൻറ്റു ഇനി എന്താണ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x ആണ് അല്ലേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എക്സിനെ കളയാണ്ട് എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സ് കൊണ്ടെങ്കിൽ ഇൻറ്റു ചെയ്യാം. അപ്പോൾ എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എക്സ് dy/dx അടുത്ത മൈനസ് 3 സൈൻ ലോഗ് എക്സ് ഇൻറ്റു 1/x അല്ലെ. ഈ ടൈമിന് നമ്മൾ ആര് കൊണ്ട് ഇൻറ്റു ചെയ്യും? എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യും. പ്ലസ് റൈറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യും? അതുപോലെ തന്നെ എല്ലാ ടൈമിനെയും നമ്മൾ ഏതുകൊണ്ട് ഇൻറ്റു ചെയ്യും? ഈ പറയുന്ന എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യും. എന്തിനാണ് എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യുന്നത്? എന്തിനാണ്? ആ ബൈ എക്സും ക്യാൻസലായി പോകാനാണ്. ഇവിടെ എക്സ് കൊണ്ട് എന്തായി പോവും? കട്ടായി പോകും അല്ലെ. എക്സ് കൊണ്ട് എന്തായി പോയി? കട്ടായി പോയി. ഇവിടെയും കട്ടായി പോയി. സോ നമുക്ക് എന്ത് കിട്ടും? -3 സൈൻ ലോഗ് എക്സ് പ്ലസ് 4 കോസ് ലോഗ് എക്സ് എന്ന് കിട്ടിയല്ലേ. നമുക്ക് വീണ്ടും ഇതിനെ എന്താണ് ഒന്നുകൂടെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? എക്സും dy/dxും രണ്ടും രണ്ട് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് റൂൾ അപ്ലൈ ചെയ്യണം? ഇവിടെ നമ്മൾ എന്ത് റൂൾ അപ്ലൈ ചെയ്യും? പ്രോഡക്റ്റ് റൂൾ. എന്ത് റൂൾ അപ്ലൈ ചെയ്യും? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യാമോ പ്രോഡക്റ്റ് റൂള്? സോ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ആരാണ്ട് അവിടെ? ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് വൈ നമ്മൾ വീണ്ടും dy/dx വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്താകും? അത് d²y/ds² പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ആരാണ്? dy/dx ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ് മക്കളെ? 1 ഈക്വൽ ടു -3 ഇൻറ്റു സൈൻ ഓഫ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സൈൻ ഡെറിവേറ്റീവ് കോസ് ആണ്. അപ്പോൾ കോസ് ഓഫ് ലോഗ് എക്സ് പ്ലസ് 4 ഇൻറ്റു കോസ് ഓഫ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ആണ് അല്ലേ. മൈനസ് സൈൻ ലോഗ് എക്സ്. ഇവിടെ ചെറിയൊരു അബദ്ധം പറ്റി. നമ്മളൊരു കാര്യം ഇവിടെ ചെയ്യാൻ വിട്ടുപോയി. അതൊന്നുകൂടെ പറയാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ -3 എന്താണ്? അതുപോലെ തന്നെ ഉണ്ട്. -3 എന്താണ്? അതുപോലെ തന്നെ നമ്മൾ എഴുതും. -3 ഇൻറ്റു ഇനി എന്താണ്? സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ആണ് അല്ലേ. അപ്പോൾ കോസ് ഓഫ് ലോഗ് എക്സ് ഇൻറ്റു ഇനി ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x പ്ലസ് അടുത്ത നമ്മൾ ഈ ടൈമിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ 4 എന്താണ്? അതുപോലെ തന്നെ എഴുതും. നമ്മൾ 4 അതുപോലെ തന്നെ എഴുതും. കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ആണ്. മൈനസ് സൈൻ ഓഫ് ലോഗ് എക്സ് നമ്മൾ അതുപോലെ തന്നെ എഴുതും. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് മക്കളെ? 1/x ആണ്. ഓക്കെ, ഇവിടെ എന്താണ്? ബൈ എക്സ് ഒന്നും അല്ലേ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, എല്ലാ ടൈമിനും അങ്ങ് എന്ത് ചെയ്യാം? വീണ്ടും ഒരു എക്സ് കൊണ്ട് വീണ്ടും കൂടെ ഒന്ന് ഇൻറ്റു ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടൈമായി ഇതിനെ എന്താണ്? വീണ്ടും എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഇതിനെ വീണ്ടും എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്താവും? അത് x² ആവും അല്ലേ. അപ്പോൾ s² ഇൻറ്റു d²y/ds² പ്ലസ് ഈ ടൈമിനെ നമ്മൾ എന്താണ്? അതുപോലെ എന്താണ്? എക്സ് കൊണ്ട് എന്ത് ചെയ്യും? എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പോൾ x ഇൻറ്റു dy/dx ഈക്വൽ ടു എല്ലാ ടൈമിനും നമ്മൾ ഇൻറ്റു ചെയ്യാൻ പോവുകയാണേ. -3 ഇൻറ്റു കോസ് ഓഫ് ലോഗ് എക്സ് ഇൻറ്റു 1/x ഇൻറ്റു എക്സ്. പ്ലസ് മൈനസ് ജോയിൻ ചെയ്യുമ്പോൾ മൈനസ് ആവും. -4 സൈൻ ഓഫ് ലോഗ് എക്സ് ഇൻറ്റു 1/x. അവിടെ നമ്മൾ എന്താണ്? എക്സ് കൊണ്ട് എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. സോ നമുക്കിവിടെ ആൻസർ എന്ത് കിട്ടും? നമുക്ക് നോക്കാം. s² ഇൻറ്റു d²y/ds²
പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഇവിടെ എക്സ് കൊണ്ട് കട്ടായി പോകില്ലേ, ഈ ഒരു എക്സും ഈ ഒരു എക്സ് കൊണ്ട് കട്ടായി പോകും, ഇവിടെ ഈ ഒരു എക്സ് കൊണ്ട് കട്ടായി പോകും. ഇവിടെ ഇപ്പം എത്ര ടേം ഉണ്ട്? 2 ടേം ഉണ്ട്. ഇതൊരു ഒരു ടേമാണ്, അതുപോലെ ഇതും എന്താണ്ട് ഒരു ടേമാണ് അല്ലേ. രണ്ടിൽ നമുക്ക് ആരെപ്പങ്ങ് പുറത്തെടുക്കാം? ഒരു മൈനസിനെ അങ്ങ് എന്ത് ചെയ്യാം, പുറത്തെടുക്കാം. മൈനസിനെ പുറത്തെടുത്താൽ എന്ത് സംഭവിക്കും? 3 cos ഓഫ് log എക്സ്. ഇവിടെ നിന്ന് മൈനസിനെ പുറത്തു വന്നാൽ അവിടെ എന്താവും? പ്ലസ് 4 sin ഓഫ് log എക്സ്. ഇനി നിങ്ങളെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേ. ഈ 3 cos ഓഫ് log എക്സ് പ്ലസ് 4 sin ഓഫ് log എക്സ് എന്ന് പറയുന്നത് ആരാണത്? ഇതേ സെയിം സാധനം ഇതാ ഈ കൂടെ കിടക്കുന്നേ. നമുക്ക് ഈ സാധനം വരെ ആരെ കൊടുക്കാം? y എന്ന് കൊടുത്തൂടെ? കൊടുക്കാമല്ലോ. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടും? എസ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എസ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് വൈ. ഇനി ഈ മൈനസ് ഇപ്പുറത്തൊന്ന് എന്താവും? പ്ലസ് വൈ ആവും. സോ എന്താണ്? എസ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എസ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0. ഇത്രയേ ഉള്ളൂ. ഇതിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്.